ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്ക് വിത്ത് റിച്ചു. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് മാക്രമേ ബേസിക് വീഡിയോ ആയിട്ടാണ്. മാക്രമേ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ വീഡിയോ കണ്ടാൽ ബേസിക് മാക്രമേ നോട്ട്സ് എല്ലാം പഠിക്കാൻ പറ്റും. ഇതൊരു 3 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആവും, അതുകൊണ്ടാണ് ഇതെൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. മാക്രമേ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് 2 സാധനം മതി. ഒന്നാമത്തെ ഈ ഡവലാണ്. മാക്രമേയുടെ വുഡൻ ഡവലാണ്, എല്ലാ സ്റ്റോറിലും വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് ഇത് കണക്കൊരു ത്രെഡാണ്. മാക്രമേക്ക് യൂസ് ചെയ്യുന്ന ത്രെഡിന് കോഡെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണക്കൊരു മാക്രമേ കോഡ് പല കളറിൽ പല MM തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് നോട്ടെന്ന് വെച്ചാൽ ലാഗ് സൈഡ് നോട്ടാണ്. അതിനായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ ആ പോർഷൻ നമ്മുടെ ഡബലിൻ്റെ അപ്സൈഡ് ഡൗൺ ബാക്കിൽ കൂടെ മേലിൽ നിന്ന് താഴോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് കണക്ക് ആ ഹോളിലേക്ക് നമ്മുടെ കോഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഡവലുമായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നല്ല ടൈറ്റായിട്ട് ചെയ്താലേ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ഫിനിഷിൽ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട്, അതായത് ലാഗ് സെറ്റ് നോട്ട്. നമ്മുടെ എല്ലാ പ്രൊജക്റ്റിൻ്റെയും ബേസിക് നോട്ടാണ്. രണ്ടാമത്തെ നോട്ട് എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് ലാഗ് സെറ്റ് നോട്ടാണ്. നമ്മുടെ നേരത്തെ ഫോൾഡ് ചെയ്ത് കണക്ക് ഫോൾഡ് ചെയ്തിട്ട് ഡൗൺ സൈഡ് അപ്പ് പോർഷനാണ്, അതായത് താഴേന്ന് മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് കാണുന്നവർക്ക് തോന്നും നേരത്തെ അതേ പ്രൊസീജിയർ അല്ലേന്ന്, പക്ഷേ അല്ല, നല്ല വ്യത്യാസമുണ്ട്. വീഡിയോ നിങ്ങളൊന്ന് റിവേഴ്സ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതാണ് രണ്ടാമത്തെ നോട്ട്. ഇനി നമ്മുടെ തേർഡ് നോട്ട് വെർട്ടിക്കൽ ലാഗ് സെറ്റ് നോട്ടാണ്. അതിനായിട്ട് നമ്മുടെ ബേസിക് നോട്ട്, അതായത് ലാഗ് സെറ്റ് നോട്ട് ചെയ്ത് കൊടുക്കുക. ലാഗ് സെറ്റ് നോട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് ഡബലുമായിട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് നോട്ട് സെക്കൻഡ് നോട്ടിൻ്റെ മുകളിലേക്ക് ഇത് കണക്ക് യു ഷേപ്പിൽ പിടിക്കുക. എന്നിട്ട് സെക്കൻഡ് നോട്ട് ആ ഹോളിലേക്ക് മുകൾ ഭാഗത്തൂടെ ഇൻസേർട്ട് ചെയ്യുക. ഡൗൺ പോർഷനിൽ കൂടെ അല്ല, മുകൾ ഭാഗത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് നോട്ട് യു ഷേപ്പിൽ സെക്കൻഡ് കോഡിൻ്റെ താഴെ കൂടെ പിടിച്ചിട്ട് സെക്കൻഡ് കോഡ് ആ യു ഷേപ്പിൻ്റെ അകത്തോട്ട് താഴെ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ തേർഡ് നോട്ട്, അതായത് വെർട്ടിക്കൽ ലാഗ് സെറ്റ് നോട്ട്. ഇനി നമ്മുടെ ഫോർത്ത് നോട്ടാണ്, അതായത് സ്ക്വയർ നോട്ട്. അതിനായിട്ട് 2 ലാഗ് സെറ്റ് നോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. 2 കോഡ് വെച്ച് ലാഗ് സെറ്റ് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ 2 ലാഗ് സെറ്റ് നോട്ട് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ലാഗ് സെറ്റ് നോട്ട് ചെയ്ത് കൊടുക്കുമ്പം താഴെ നമുക്ക് 4 കോഡ് വന്നിട്ടുണ്ട്. അതായത് 1 2 3 4 4 കോഡ് വന്നിട്ടുണ്ട്. അപ്പം സ്ക്വയർ നോട്ട് ചെയ്യാൻ ഫസ്റ്റ് കോഡ് ഇത് കണക്ക് പിടിക്കുക. എന്നിട്ട് ഫോർത്ത് കോഡ് ആ കോഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ പിടിക്കുക. കണ്ടില്ലേ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് കോഡ് ഇതുപോലെ പിടിച്ചു, ഫോർത്ത് കോഡ് അതിൻ്റെ മുകളിൽ കൂടെ പിടിക്കുക. എന്നിട്ട് ഈ ഫോർത്ത് കോഡ് അവിടെ ഒരു ഗ്യാപ്പ് കാണില്ലേ, ആ പോർഷനിലേക്ക് താഴെ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫോർത്ത് കോഡ് താഴെ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് 2 കോഡും കൂടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ടൈറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഫോർത്ത് കോഡ് ഇതുപോലെ വെക്കുക, എന്നിട്ട് ഫസ്റ്റ് കോഡ് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ആ റൈറ്റ് കാണുന്ന ഹോളിൽ കൂടെ ഈ ഫസ്റ്റ് കോഡ് താഴെ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് 2 റോപ്പും കൂടെ സ്ട്രെച്ച് ചെയ്യുക. ഇപ്പം ഫോം ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നതാണ് സ്ക്വയർ നോട്ട്. ഇനി നമുക്ക് ഫിഫ്ത്ത് നോട്ട്, അതായത് സ്പൈറൽ നോട്ട് അല്ലെങ്കിൽ ഹാഫ് സ്ക്വയർ നോട്ട്. ഹാഫ് സ്ക്വയർ നോട്ട് എന്നതിനെ പറയുന്നത് നമ്മൾ സ്ക്വയർ നോട്ടിൻ്റെ ആദ്യത്തെ നമ്മൾ ചെയ്യില്ലേ, അതായത് ഫസ്റ്റ് കോഡ് എടുത്ത് വെക്കുക, ഫോർത്ത് കോഡ് ഫസ്റ്റ് കോഡിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ ഈ ഹോളിൽ ലെഫ്റ്റിൽ കാണുന്ന ഹോളിൽ കൂടെ ഫോർത്ത് കോഡ് ഡൗൺ പോർഷനിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. 2 കോഡും കൂടെ സ്ട്രെച്ച് ചെയ്ത് നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്ക്വയർ നോട്ടിൻ്റെ ഫസ്റ്റ് പോർഷൻ. ഈ ഫസ്റ്റ് പോർഷൻ താഴോട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നതിന് പറയുന്നതാണ്
ഹാഫ് സ്ക്വയർ നോട്ടിൻ്റെ ഹാഫ് പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്നതാണ് ഹാഫ് സ്ക്വയർ നോട്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് നമ്മൾ താഴോട്ട് ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം നമ്മുടെ കോഡ് ഇങ്ങനെ സ്പൈറലാവും, ജസ്റ്റ് ഒന്ന് സ്പൈറലാവും. അപ്പം നമ്മൾ ഇതിന് പറയുന്നതാണ് സ്പൈറൽ നോട്ടെന്നും. ഇതിന് പറയാനുള്ള റീസൺ അതാണ്. അപ്പം ഈ നോട്ടിന് നമ്മൾ ഹാഫ് സ്ക്വയർ നോട്ടെന്നും പറയും, സ്പൈറൽ നോട്ടെന്നും പറയും. രണ്ടും ഒരേ പാറ്റേൺ ആണ്. സ്പൈറൽ നോട്ടെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, ഹാഫ് സ്ക്വയർ നോട്ട് ഇത് തന്നെയാണ്. അപ്പം ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കുറച്ച് പാറ്റേൺസ് 2-3 ഹാഫ് സ്ക്വയർ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒന്ന് സ്പൈറൽ ആയിട്ടുണ്ട് നമ്മുടെ കോഡ്. ഇങ്ങനെ സ്പൈറൽ ആകുന്നതുകൊണ്ടാണ് ഇതിനെ സ്പൈറൽ നോട്ടെന്നും പറയുന്നത്. ഇനി നമ്മുടെ 6th നോട്ടാണ്, അതായത് ഓൾട്ടർനേറ്റിംഗ് സ്ക്വയർ നോട്ട്. ഇതൊന്നുമില്ല, ഒരു 4 ലാഗ് സൈഡ് നോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. 4 ലാഗ് സൈഡ് നോട്ട് ചെയ്തിട്ട് ആദ്യത്തെ 4 കോഡിൽ സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 4 കോഡിൽ സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റിമൈനിങ് ആയിട്ടുള്ള 4 കോഡിലേക്കും ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം 2 സ്ക്വയർ നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിലേക്കും ഒരു സ്ക്വയർ നോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യത്തെ സ്ക്വയർ നോട്ടിൽ 2 കോഡും എടുക്കണം, രണ്ടാമത്തെ സ്ക്വയർ നോട്ടിൽ 2 കോഡും മിഡിൽ പോർഷനിൽ നിന്ന് എടുത്തിട്ട് നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമുക്ക് സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എന്താ ഇവിടെ 3 സ്ക്വയർ നോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സ്ക്വയർ നോട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ താഴോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഓൾട്ടർനേറ്റിംഗ് സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ വെച്ച് നമുക്കൊരു വോൾ ഡെക്കർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 6 നോട്ട്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത 6 നോട്ട്സ് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ മാക്രമേ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബേസിക് നോട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.